നമസ്കാരം ഗൈസ്, ഡ്രീം വീൽസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ പോകുന്ന വാഹനം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള വാഹനമാണ്. സിറ്റിയിലൊക്കെ ഭയങ്കരമായിട്ട് റഷായിട്ടുള്ള ഏറ്റവും സെല്ലിംഗ് ആയിട്ടുള്ള ആക്റ്റീവയുടെ 6G ആണ്. നമ്മൾ കുറച്ച് വഴുകിപ്പോയി, പക്ഷേ എന്നാലും വണ്ടിയുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അപ്പോൾ നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഹോണ്ടയുടെ ആക്റ്റീവ 6G. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആക്റ്റീവ 6Gയുടെ എക്സ്റ്റേണലാണ്. ആ പഴയ ഡിസൈനിന് വലിയൊരു ചേഞ്ചൊന്നും അവർ കൊടുത്തിട്ടില്ല. അത് എൻ്റെ അഭിപ്രായത്തിൽ അത് നല്ല ഡിസൈനാണ്, അത് മാറ്റാതിരുന്നത് ബെറ്ററാണ്. സോ ഫ്രണ്ടിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഡൗൺ ഫ്രം ദ ടയർ 12 ഇഞ്ചസ് ആണ്, ട്യൂബ്ലെസ് ടയേഴ്സാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ അലോയ്സിന് പകരം മെറ്റൽ ഷീറ്റാണ് അവരോട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ദെൻ നമുക്ക് വരുന്നത് ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ്. ഇറ്റ്സ് ബെറ്റർ. ദെൻ നമുക്കൊരു മെറ്റാലിക് ബ്ലൂ കളറിലുള്ള ഒരു ഷെയ്ഡാണ്, ഗ്ലിറ്ററിങ് ബ്ലൂ എന്നാണ് അവർ ഇതിനെ പറയുന്നത്. സോ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ചില വിശേഷങ്ങൾ. പഴയ ഡിസൈനിന് വലിയൊരു മാറ്റമൊന്നും എനിക്ക് തോന്നുന്നില്ല. സോ പിന്നെ നമ്മൾ പോവുകയാണെങ്കിൽ അതിൻ്റെ ഹെഡ്ലൈറ്റിലേക്കാണ്. ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത് 2 വേർഷൻ വരുന്നുണ്ട്. ഡിലക്സ് വേർഷനും വരുന്നുണ്ട്, സ്റ്റാൻഡേർഡും വരുന്നുണ്ട്. ഡിലക്സിൽ LED ആണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ്സ് ഫ്രം ദ ഫ്രണ്ട്. നമുക്ക് പിന്നെ പോവുകയാണെങ്കിൽ ഇവിടെ ലെഗ് സ്പേസും കാര്യങ്ങളും കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണ്, നോട്ട് ദ ടോപ്പസ്റ്റ്. അപ്പോൾ ഇതേ ജേർണലിൽ ഇറങ്ങുന്ന വേറെ വണ്ടികൾ ഇതിലും കൂടുതൽ ലെഗ് സ്പേസ് അവൈലബിൾ ആയിട്ടുള്ള വണ്ടികളുണ്ട്. ദെൻ നമുക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റേഷൻ ക്ലസ്റ്ററിലേക്ക് പോകാം. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ വരുമ്പോൾ ഡിജിറ്റൽ അല്ല, ഇത് ഡിലക്സ് വേർഷനാണ്. ഡിജിറ്റൽ അല്ല, അനലോഗ് ആണ് വരുന്നത്. അതേപോലെ തന്നെ സ്വിച്ചസിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമ്പർ 1 ആണ്, അത് പറയാതിരിക്കാൻ വയ്യ. ഹോണ്ടയുടെ എല്ലാ സ്വിച്ചസും അടിപൊളി ക്വാളിറ്റിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൽ പുതുതായിട്ട് വന്നിരിക്കുന്നത് എൻജിൻ കിൽ സ്വിച്ചും സെൽഫ് സ്റ്റാർട്ടും ഒരേ ബട്ടണിലാണ് വരുന്നത്. അതേപോലെ തന്നെ ഹെഡ്ലൈറ്റ്, പാസ് ബട്ടണും എല്ലാം കൊടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക് വരുമ്പോൾ സീറ്റിൻ്റെ കുഷനബിലിറ്റി ഒന്നും കൂടി കൂട്ടിയിട്ടുണ്ട്, പഴയതിൽ നിന്നും കുറച്ചുകൂടി നന്നായിട്ട് വന്നിട്ടുണ്ട്. ദെൻ ഇതിൻ്റെ മെറ്റാലിക് ബോഡിയാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഒരു ആക്റ്റീവയുടെ സിംബലിങ് കൊടുത്തിട്ടുണ്ട്. 6G ആണ്. ദെൻ നമുക്ക് വരുന്നത് ഇവിടെ ഫ്യൂൽ ലിഡിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമല്ല, എക്സ്റ്റേണലായിട്ട് വേറൊരു കമ്പാർട്ട്മെൻറ്റ് അവർ കൊടുത്തിട്ടില്ല. അപ്പോൾ ജൂപ്പിറ്ററിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഫ്യൂലിൻ്റെ ലിഡ് കാണാൻ പറ്റും. പക്ഷേ നമുക്ക് ആ ഡിസൈനിലൊരു ഫ്ലോ കളയാതെ തന്നെ അവരവിടെ അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ലോക്ക് കാര്യങ്ങൾ പറയുമ്പോൾ പറയാം. സോ ഇതൊക്കെയാണ്. ബാക്കിൽ ഒരു ടൈൽ ലാമ്പും കാര്യങ്ങളും പഴയ ഡിസൈനിന് വലിയൊരു മാറ്റമൊന്നും കാണുന്നില്ല. സോ നമുക്കിതിൻ്റെ ഫ്രണ്ട് ടയറിൽ വരുന്നത് ഡ്രം ബ്രേക്കാണ്, ബാക്കിലും ഡ്രം ബ്രേക്കാണ് വരുന്നത്. പിന്നെ ഇതിൽ കോംബി ബ്രേക്കിംഗ് സിസ്റ്റം അവർ അവൈലബിൾ ആണ്. കോംബി ബ്രേക്കിംഗ് സിസ്റ്റം എന്നൊക്കെ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പാണ് അത് സിറ്റി റൈഡിന് അനുയോജ്യമായിട്ടുള്ളതാണ്. നമ്മളൊരു ലോങ് റൈഡ് പോകുമ്പോൾ കോംബി ബ്രേക്കിംഗ് സിസ്റ്റം അത്ര തന്നെ ബെറ്റർ അല്ല എന്നാണ് എൻ്റെ ഒരു ഓപ്ഷൻ. ബട്ട് ഇറ്റ്സ് ബെറ്റർ. സിറ്റി റൈഡിന് പോകുന്ന ആൾക്കാർക്ക് എന്തായാലും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ എൻജിൻ വിശേഷങ്ങളിലേക്ക് കടക്കാം. സോ ഇതിൻ്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് പറയാനുള്ളത് ഇതിൻ്റെ കാർബറേറ്റർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റെ നമ്മൾ റീപ്ലേസ് ചെയ്തുകൊണ്ട് പ്രോഗ്രാംഡ് ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മൈലേജിലും നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ലൊരു റിഫൈൻഡ് എഞ്ചിൻ നമുക്ക് കിട്ടി. ഇതിന് ഏകദേശം 5.7 കിലോവാട്ട് പവറാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ 8.5 ന്യൂട്ടൺ മീറ്റർ ടോർക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിൽ പറയാനുള്ള കാര്യം വേറെ ഒന്നുമല്ല, ഇത് ESP ടെക്നോളജിയാണ്. എക്കോ സ്പോർട്ട് ആണ് ഇതിൻ്റെ ടെക്നോളജി എന്ന് പറയുന്നത്. അതായത് സൈലൻ്റ് ആയിട്ടുള്ള സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് അപ്പോൾ സൈലൻ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്താൽ നമുക്കെന്താ ഉപകാരം എന്ന്. സൈലൻ്റായി സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ടുള്ള ഉപകാരം എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് ഭയങ്കരമായിട്ട് കുറയും. എവിടെ സൗണ്ട് ഉണ്ടോ അവിടെ നമുക്ക് ഫ്രിക്ഷൻ ഭയങ്കര അധികമായിരിക്കും. അതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് ഭയങ്കര കൂടുതലായിരിക്കും. സോ ESP ഈസ് ദ ഗ്രേറ്റ് ടെക്നോളജി ദാറ്റ് ഹോണ്ട ഈസ് ബീൻ അപ്രോച്ച്ഡ് ഹിയർ. അപ്പോൾ ഒരു അടിപൊളി തന്നെയാണ് ESPയുടെ അവർ കൊടുത്തിരിക്കുന്നത്. ദെൻ നമുക്കിതിൽ പറയുകയാണെങ്കിൽ വേറെ മാറ്റങ്ങൾ പറയുമ്പോൾ കുറച്ച് പവറും ടോർക്കും കമ്മിയുണ്ടെങ്കിലും നല്ല സ്മൂത്ത് റൈഡാണ്. റൈഡ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ ഇതിൻ്റെ മൈലേജ് വരുന്നത് 62 ആണ് അവർ പറയുന്നത്. പക്ഷേ നമ്മളെടുത്തൊരു ഫീഡ്ബാക്കിൽ നിന്ന് 59 അവൈലബിൾ ആണ്. എന്തായാലും 59 കണ്ണും പൂട്ടി കിട്ടും. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ മൊത്തമായിട്ടുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പ്രൈസിങ്ങിലേക്കും കുറച്ച് കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ എല്ലാ സ്പെക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാൻ പോവാണ്. പഴയ ആക്റ്റീവിൽ നിന്ന് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുണ്ട്. നല്ല സ്വിച്ച് ക്വാളിറ്റി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സൈലൻ്റ് ആയിട്ടുള്ള സ്റ്റാർട്ടാണ്, അതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് കുറഞ്ഞിട്ടുണ്ട്. ബാക്കിൽ ഫ്യൂൽ ലിഡ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ടയർ ഫ്രണ്ടിൽ കുറച്ച് സൈസ് കൂട്ടിയിട്ടുണ്ട്. പഴയ കാർബറേറ്റർ മാറ്റിയിട്ട് PMGFI എന്നായിട്ട് പ്രോഗ്രാം ചെയ്ത് ഫ്യൂൽ ഇഞ്ചക്ഷനാണ്. അതായത് ഒന്നും കൂടി മൈലേജ് കൂട്ടും, നല്ല റിഫൈൻഡ് ആയിട്ടൊരു എഞ്ചിൻ കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് പഴയ ആക്റ്റീവിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഉപകാരങ്ങൾ. അപ്പോൾ
ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ട് നമ്മൾ ഈ വണ്ടി എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 71,584, അതായത് 71,584 രൂപയാണ് പാലക്കാടുള്ള AM വിങ്സ് ഹോണ്ടയിൽ നിന്ന് നമുക്ക് കിട്ടിയ എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 71,584. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സിറ്റി റൈഡിനായാലും ഫാമിലി വെഹിക്കിളായാലും എന്തുകൊണ്ടും ഒരു 100ൽ നമുക്ക് എങ്ങനെ ഒരു 85 എബോ കൊടുക്കാൻ പറ്റിയ ഒരു വണ്ടി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇപ്പോഴും പോപ്പുലർ വെഹിക്കിളായിട്ടും ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന വെഹിക്കിളായിട്ടും മുന്നിലിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, അങ്ങനെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ താങ്ക് യു, ബൈ.